നമസ്കാരം, ന്യൂസ് സ്കാനിലേക്ക് ഏവർക്കും സ്വാഗതം. പശ്ചിമേഷ്യയെ ആകമാനം പിടിച്ചുകുലുക്കിയ യുദ്ധമായിരുന്നു ഇസ്രായേലും ഹമാസും തമ്മിൽ കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി നടന്നുകൊണ്ടിരുന്നത്. നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ലോകമെങ്ങും ചിതറപ്പെട്ട യഹൂദർ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങി വരികയും സ്വന്തം രാഷ്ട്രം സ്ഥാപിക്കുകയും ചെയ്ത നാൾ മുതൽ എണ്ണത്തിൽ ചുരുക്കമായിരുന്ന അവരെ ഭൂപരപ്പിൽ നിന്ന് തുടച്ചു മാറ്റുവാൻ ചില വർഗീയ ശക്തികൾ നടത്തിക്കൊണ്ടിരുന്ന കനത്ത കരുനീക്കങ്ങൾ ഓരോ ഘട്ടത്തിലും പോരാട്ടങ്ങളും യുദ്ധങ്ങളും ഒക്കെയായി ഇസ്രായേലിന്റെ നേരെ വന്നു ഭവിച്ചിട്ടുണ്ട്. എന്നാൽ 2023 ഒക്ടോബറിൽ ഇസ്രായേലിൽ കയറി ഹമാസ് നടത്തിയ നാശോന്മുഖമായ ആക്രമണത്തെ തുടർന്ന് ആരംഭിച്ച യുദ്ധം ഉണ്ടാക്കിയത് കനത്ത ആൾനാശങ്ങളും നഷ്ടങ്ങളുമായിരുന്നു. ഈ കൂട്ട നരകത്തേക്കും നഷ്ടങ്ങൾക്കുമൊക്കെ ഉത്തരവാദികൾ ആരാണ്? ഇതൊക്കെ ആര് പരിഹരിക്കും എന്ന ചോദ്യമാണ് ഇപ്പോൾ ലോകം മുഴുവൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പലസ്തീന് വേണ്ടിയാണെന്ന് പറഞ്ഞ് ഇറാന്റെ ചെലവിൽ ആക്രമണം നടത്തിക്കൊണ്ടിരുന്ന ഹമാസും കഴിവിലും സാങ്കേതിക വിദ്യയിലും ലോകത്തിലെ ഏതൊരു രാജ്യത്തെക്കാളും ബഹുദൂരം മുന്നിൽ നിൽക്കുന്ന ഇസ്രായേലും തമ്മിൽ ഏറ്റുമുട്ടിയാൽ വിജയം ആർക്കൊപ്പം നിൽക്കുമെന്ന് എടുത്തു പറയേണ്ടതില്ല. എല്ലാ സാധ്യതകളും കൈമുതലായിട്ട് ഉണ്ടായിരുന്നിട്ടും പലസ്തീനിലെ സാധാരണക്കാരുടെ അതിജീവന ശ്രമങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തിട്ടുള്ളതല്ലാതെ ഒരിക്കൽ പോലും ഇസ്രായേൽ ഹമാസിനെ മെക്കിട്ട് കയറാൻ ചെന്നിട്ടില്ല. 1948 മുതലുള്ള യുദ്ധങ്ങളുടെ സത്യസന്ധമായ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് അത് തന്നെയാണ്. ആരെയും ദ്രോഹിക്കാതെ ജീവിച്ചിട്ടും തങ്ങളെ വംശഹത്യ ചെയ്യാൻ തക്കം പാർത്ത് ചുറ്റുവട്ടത്ത് നിന്ന് പാഞ്ഞെടുക്കുന്ന ദുഷ്ടശക്തികളെ തങ്ങളുടെ കഴിവും ശക്തിയും ഉപയോഗിച്ച് ഇസ്രായേൽ പ്രതിരോധിക്കുകയായിരുന്നു ഇന്നുവരെ ചെയ്തിട്ടുള്ളത്. യുദ്ധത്തിനും കലാപത്തിനും കാരണക്കാരും അതിന്റെ എല്ലാ പരിണിത ഫലങ്ങൾക്കും ഉത്തരവാദികളും എല്ലാ തിന്മകളും തുടങ്ങി വെച്ചതും ഹമാസ് മാത്രമാണ്. ഇപ്പോൾ പലസ്തീൻ ഭരിക്കുന്ന പലസ്തീൻ അതോറിറ്റിയാണോ അതോ ഭീകര പ്രവർത്തനങ്ങളും മതതീവ്രവാദവും കൈമുതലാക്കി മനുഷ്യച്ചോര കൊണ്ട് ആലയം പണിയാൻ ഇറങ്ങിയിരിക്കുന്ന ഹമാസ് എന്ന തീവ്രവാദ സംഘടനയാണോ പലസ്തീന്റെ വിമോചനത്തിന് വേണ്ടി നിലകൊള്ളുന്നത് എന്ന് ചോദിച്ചാൽ ഭൂരിപക്ഷവും പറയുന്നത് ഹമാസ് എന്ന പേരായിരിക്കും. അതിന് കാരണം ഇസ്ലാമിക തീവ്രവാദത്തിൽ അധിഷ്ഠിതമായ ഒരു ലോകക്രമം കെട്ടിപ്പടുക്കുവാനുള്ള അജണ്ട മുൻനിർത്തി നിലകൊള്ളുന്ന നിഗൂഢ സംഘങ്ങളും അവരുടെ അച്ചാരം പറ്റി പണിയെടുക്കുന്ന മാധ്യമങ്ങളും തന്നെയാണ്. പലസ്തീനിലെ സാധാരണക്കാരായ ജനങ്ങളുടെ താല്പര്യത്തിന് വിരുദ്ധമായി നിലകൊള്ളുന്ന ഹമാസ് ഗാസ മുനമ്പിലേക്ക് ഒന്ന് എത്തി നോക്കാൻ പോലും പലസ്തീൻ അതോറിറ്റിയെ അനുവദിച്ചിട്ടില്ല. കാടടച്ച് വെടിവെക്കുന്ന തീവ്രവാദികളുടെ യുദ്ധമുറകൾക്ക് ബദലായി ഇസ്രായേൽ നടത്തിയ യുദ്ധം അതേ പാറ്റേണിൽ ആയിരുന്നില്ല. മറിച്ച് രാജ്യാന്തര യുദ്ധ നിയമങ്ങൾക്ക് അനുസൃതമായി പലസ്തീൻ സിവിലിയന്മാർക്ക് അനിവാര്യമായ മുന്നറിയിപ്പുകളും ഒഴിഞ്ഞുമാറാനുള്ള സമയവും നൽകിയതിനു ശേഷം മാത്രം ആയിരുന്നു അവർ ആക്രമണം നടത്തിയിരുന്നത്. എന്നിട്ടും പലസ്തീൻ സിവിലിയന്മാരുടെ മരണസംഖ്യ കൂട്ടുക എന്ന ഉദ്ദേശം മാത്രം മുൻനിർത്തി ഹമാസ് അവരെ മനുഷ്യ കവചമാക്കി ഉപയോഗിച്ചാണ് മുന്നോട്ട് നീങ്ങിയത് എന്നുള്ള വസ്തുത നാം മറന്നുപോകരുത്. ഒരു രാജ്യത്തെ ഛിദ്രിക്കുന്ന വിധത്തിൽ വിമത ശക്തികളായി വളർന്നു നിൽക്കുന്ന ഹമാസ് എന്ന ഭീകര സംഘടന പലസ്തീന് ഉണ്ടാക്കിക്കൊടുത്ത തലവേദന ചെറുതല്ലാത്തതാണ്. കൊല്ലുക, ചാകുക എന്ന തീവ്ര പ്രത്യയശാസ്ത്രം മുൻനിർത്തിയുള്ള അവരുടെ നീക്കങ്ങളുടെ വിജയത്തിനായി പ്രായഭേദമന്യേ ആരെയും കൊലയ്ക്ക് കൊടുക്കാൻ അവർക്ക് മടിയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നിരപരാധികളായ സ്ത്രീകളും കുട്ടികളും സംഗമിക്കുന്ന സ്കൂളുകൾ, ആശുപത്രികൾ തുടങ്ങിയ പൊതു ഇടങ്ങൾ അവരുടെ ഹീനകൃത്യങ്ങളുടെ സൈറ്റുകളായി അവർ ഉപയോഗിക്കുകയാണ് ചെയ്തത്. നിരപരാധികൾക്ക് പെടുമരണം വാങ്ങിക്കൊടുക്കുകയായിരുന്നു ഹമാസ് തീവ്രവാദികൾ ചെയ്തത്. ഇതുവഴി ആ മരണക്കണക്കാണ് 47,000 കടന്ന് എത്തി നിൽക്കുന്നത്. യുദ്ധത്തിന്റെ ആദ്യ മാസങ്ങളിൽ ആശുപത്രികളിലെത്തിയ മൃതദേഹങ്ങളുടെ എണ്ണത്തിൽ നിന്നാണ് മരണസംഖ്യ കണക്കാക്കിയത്. കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗം പേരുടെയും പേരുകളും ഐഡന്റിറ്റി നമ്പറുകളും അന്ന് ഹോസ്പിറ്റൽ ഡാറ്റയിൽ ഉൾപ്പെടുത്തിയിരുന്നു. തിരിച്ചറിയപ്പെട്ട മരിച്ചവരിൽ 55 പേർ കുട്ടികളോ സ്ത്രീകളോ പ്രായമായവരോ ആണെന്ന് കണക്കാക്കിയിരുന്നു. ജനുവരിയിൽ പുറത്തുവിട്ട ഹമാസിന്റെ ഹെൽത്ത് അതോറിറ്റി നൽകുന്ന ഡാറ്റയെ അടിസ്ഥാനമാക്കിയാണ് ഈ 47,000 മരണം എന്ന കണക്കിൽ എത്തി നിൽക്കുന്നത്. ഇതിൽ 18,000-ഓളം പേർ ഹമാസ് തീവ്രവാദികളാണ്. ഇവരിൽ 20,000-ന് മുകളിൽ ആളുകൾ ഹമാസ് തീവ്രവാദികളാണ്. മൊത്തം മരണത്തിന്റെ 3 ഇരട്ടിയിലധികം ആളുകൾ മാരകമായി പരിക്കേറ്റ് അംഗഭംഗം വന്നവരായി ആശുപത്രിയിൽ കഴിയേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഗാസയിൽ ഉണ്ടായിരുന്ന
80% മുകളിൽ കെട്ടിടങ്ങളും തകർന്നു തരിപ്പണമായി. ആ കെട്ടിടങ്ങളുടെയൊക്കെ അടിയിൽ ഇനിയും കണ്ടെത്താത്ത ശവശരീരങ്ങൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. 20 ലക്ഷത്തോളം ആളുകളാണ് ഭവനരഹിതരായി അഭയാർത്ഥികളായി മാറിയത്. ആയിരക്കണക്കിന് ആളുകൾക്ക് അവരുടെ പങ്കാളികളെ നഷ്ടപ്പെട്ടു. 10,000-കണക്കിന് കുട്ടികൾ അനാഥരായി. നിരവധി ആളുകൾ അഭയാർത്ഥികളായി. എല്ലാം ഹമാസ് എന്ന ഭീകര സംഘത്തിന്റെ വിവേകശൂന്യമായ നടപടികളുടെ പരിണത ഫലമായി ഉണ്ടാക്കി വെച്ചതാണ്. യുദ്ധം നിർത്തലാക്കിയെങ്കിലും ഇപ്പോഴും അവർക്ക് മതിയായ സുരക്ഷയോ സംരക്ഷണമോ ഇല്ലാത്ത അവസ്ഥയാണ് ഗാസയിലുള്ളത്. വൈദ്യസഹായവും മരുന്നുകളും ആരോഗ്യ സംരക്ഷണവും ലഭിക്കുന്നില്ലെന്നുള്ള വിവരങ്ങളാണ് അവിടെ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാറ്റിനും പുറമെ ഇപ്പോൾ കടുത്ത പട്ടിണി നേരിടുകയും ചെയ്യുന്നുണ്ട് ഇവിടെ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പുക അടങ്ങിയെങ്കിലും പലരുടെയും പ്രതീക്ഷകളെല്ലാം ഏകദേശം അസ്തമിച്ചു കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണ്. മതതീവ്രവാദത്തിന്റെ പിള്ളത്തൊട്ടിലിൽ കിടന്ന് സമാന ചിന്താഗതിക്കാരെ ചേർത്ത് ആടിയ പൈശാചിക ശക്തികളുടെ വിവരക്കേടിന്റെ പരിണത ഫലം അനുഭവിച്ചത് പലസ്തീനിലെ നിത്യവൃത്തിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യരാണ്. പലസ്തീനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അതിജീവനങ്ങൾ പൂർണ്ണമായും ഇസ്രായേലിനെ ആശ്രയിച്ച് തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെ തന്നെയായിരുന്നു. ഇസ്രായേലിന്റെ കൃഷിയിടമായ ക്യുബൂട്സിൽ ദിവസ ജോലിക്ക് പണിയെടുത്തായിരുന്നു ഇവരിൽ പലരും കുടുംബം പുലർത്തിയിരുന്നത്. അവരുടെ മറ പിടിച്ചായിരുന്നു തീവ്രവാദികൾ, ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നത്. യുദ്ധത്തിനായി തങ്ങളെ ഹമാസ് തീവ്രവാദികൾ വിളിച്ചിറക്കിയതിനാൽ അവർക്കും അവരുടെ പുറകിൽ നിന്ന് പ്രകോപനമുണ്ടാക്കിയ ഹിസ്ബുള്ളയ്ക്കുമെതിരെയുള്ള പോരാട്ടത്തിനും ശേഷം സമ്പദ് വ്യവസ്ഥയിലെ യുദ്ധച്ചെലവ് ഇസ്രായേൽ ധനകാര്യ മന്ത്രാലയം വെളിപ്പെടുത്തുകയുണ്ടായി. ഇത് കൂടാതെയാണ് ഗാസയിലേക്കുള്ള ഇലക്ട്രിസിറ്റിയും ശുദ്ധജലവും അടക്കമുള്ള ഫെസിലിറ്റികൾ ഇസ്രായേൽ ഗാസയിലെ ജനങ്ങൾക്ക് വേണ്ടി കൊടുത്തത്. ഈ യുദ്ധത്തിൽ ഇസ്രായേലിന് ഉണ്ടായിട്ടുള്ള നഷ്ടം എന്ന് പറയുന്നത് ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ്. ഒരു രീതിയിൽ പറഞ്ഞാൽ സ്വന്തം രാജ്യത്ത് സ്വസ്ഥമായി ജീവിക്കുന്നതിന് വേണ്ടി ചുറ്റുവട്ടത്തുള്ള തീവ്രവാദികളെ മുഴുവൻ ഇല്ലാതാക്കാൻ ഇസ്രായേൽ ചെലവഴിച്ചത് $50 ബില്യൺ മുകളിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഏകദേശം 4.5 ലക്ഷത്തിന് മുകളിൽ കോടി രൂപയാണ് ഇസ്രായേൽ സ്വന്തം സുരക്ഷയ്ക്ക് വേണ്ടി ചിലവഴിച്ചത് ഇത്രയും നാളുകൾ കൊണ്ട്. എല്ലാം തുടങ്ങി വെച്ചത് യുദ്ധക്കൊതിമൂത്ത ഹമാസ് എന്ന തീവ്രവാദ സംഘടനകളുടെ ബോഷത്തരം നിറഞ്ഞ ആ പ്രവൃത്തികളിൽ നിന്നാണ്. തീവ്രവാദം ആർക്കും ഒരു ഗുണവും ചെയ്യുന്നില്ല എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണിത്. ഇതിവിടെ ഒന്നും അവസാനിക്കുകയില്ല. ഇസ്രായേൽ ഇതിവിടെ എങ്ങും അവസാനിപ്പിക്കുകയുമില്ല. ഗാസയിലെ ജനങ്ങൾക്ക് ഈ അടുത്ത കാലത്തെങ്ങും സ്വസ്ഥമായി ഗാസയിൽ അന്തിയുറങ്ങാൻ കഴിയുമെന്ന് പോലുമുള്ള പ്രതീക്ഷ ഇല്ല എന്നുള്ളതാണ് ഹമാസ് തീവ്രവാദികളുടെ ഈ ബോഷത്തരം ഗാസയിലെ ജനങ്ങൾക്ക് വരുത്തി വെച്ചിരിക്കുന്ന വിന എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ തീവ്രവാദികളും തീവ്രവാദവും ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കുക തന്നെ വേണം. അതുമാത്രമാണ് ലോക നന്മയ്ക്കുള്ള ഒരേ ഒരു വഴി. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ലോകം മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരുന്ന മഹത്തായ ഒരു ചടങ്ങിനാണ് തിങ്കളാഴ്ച അമേരിക്കയിലെ വാഷിംഗ്ടൺ ക്യാപിറ്റോൾ മന്ദിരം സാക്ഷ്യം വഹിച്ചത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. വാഷിംഗ്ടൺ DC-യിലെ ചരിത്ര പ്രസിദ്ധമായ പള്ളിയായ ലഫായി സ്ക്വയർ സെന്റ് ജോൺസ് പള്ളിയിൽ നിന്ന് തുടങ്ങിയ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ റാലിയോടെ തുടങ്ങിയ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ഒരു പുതുയുഗത്തിന്റെ നാന്ദിയായി മാറുകയായിരുന്നു. ട്രംപിനൊപ്പം അമേരിക്കയുടെ വൈസ് പ്രസിഡന്റായി വാൻസും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. I, Donald John Trump, do solemnly swear. I, Donald John Trump, do solemnly swear that I will faithfully execute the office of President of the United States the office of President of the United States and will, to the best of my ability, preserve, protect, and defend the Constitution of the United States. So help me God. We gather here today in reverence, joined in our shared hopes and dreams for our beloved nation. In this sacred moment of the inauguration of President Donald J. Trump and Vice President J.D. Vance, we turn our hearts to you, seeking your divine assistance and abundant blessings upon this pivotal moment in history. വാഷിംഗ്ടണിലെ ക്യാപിറ്റോൾ റൊട്ടുണ്ടയിലായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടന്നത്. അമേരിക്കയെ ക്രൈസ്തവീകമാക്കുമെന്നും യേശുവാണ് തന്റെ
ബോസ് എന്നുമൊക്കെ ഉറക്കെ പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ട ഡൊണാൾഡ് ട്രംപ് തന്നെ യുഎസിന്റെ പരമോന്നത പദവിയിലേക്ക് കൈപിടിച്ചുയർത്തിയ ദൈവത്തോടുള്ള തന്റെ നന്ദി അർപ്പണത്തിന്റെ ഭാഗമായി വിശുദ്ധ വേദപുസ്തകത്തിൽ കൈവച്ചായിരുന്നു ട്രംപും വൈസ് പ്രസിഡന്റ് വാൻസും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. മുൻപ് തന്റെ അമ്മ നൽകിയ ബൈബിൾ സത്യപ്രതിജ്ഞയ്ക്കായി കൊണ്ടുവന്ന ട്രംപ് ഇക്കുറി ആ ബൈബിളും മുൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന എബ്രഹാം ലിങ്കൺ തന്റെ സത്യപ്രതിജ്ഞയ്ക്കായി ഉപയോഗിച്ച വെൽവെറ്റ് ബൗണ്ട് ലിങ്കൺ ബൈബിളും ഉപയോഗിച്ചായിരുന്നു ട്രംപിന്റെ സത്യപ്രതിജ്ഞ നടത്തിയത്. തന്റെ പ്രഥമ സന്ദേശത്തിൽ അമേരിക്കയെ അഭിസംബോധന ചെയ്ത ട്രംപ് ഇവിടെ തുടങ്ങുന്നത് അമേരിക്കയുടെ സുവർണ കാലഘട്ടമാണ് എന്നും അമേരിക്ക ലോകമെങ്ങും അഭിവൃദ്ധി പ്രാപിക്കുമെന്നും ബഹുമാനിക്കപ്പെടുകയും ചെയ്യുമെന്നും അദ്ദേഹം പ്രസ്താവിക്കുകയുണ്ടായി. ക്രൈസ്തവ രാഷ്ട്രമാണെങ്കിലും ക്രിസ്തുവിലുള്ള വിശ്വാസം അന്യം നിന്ന് വഷളത്വത്തിന്റെ ഭീകരതയും പരിതാപകരവുമായ അവസ്ഥയിലേക്ക് കൂപ്പുകുത്തി വീണ ഒരു കാലഘട്ടത്തിന് ശേഷം അമേരിക്ക ഇനി ഒരിക്കലും സർവശക്തനായ ദൈവത്തെ മറക്കുകയില്ല എന്ന യാഥാർത്ഥ്യം ട്രംപ് ഊന്നി പറയുകയായിരുന്നു. പലതരം കോംപ്രമൈസുകൾക്ക് വഴിപ്പെട്ടുള്ള ഡെമോക്രാറ്റിക്കുകളുടെ ഭരണം കടുത്ത അരക്ഷിതാവസ്ഥകളിലേക്ക് തന്നെയാണ് അമേരിക്കയെ കൊണ്ടുചെന്ന് എത്തിച്ചത്. അതുകൊണ്ട് തന്നെ താൻ ജയിച്ചാൽ അമേരിക്ക കാണാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കുടിയിറക്ക് ആയിരിക്കുമെന്ന് മുൻപ് പ്രഖ്യാപിച്ചതുപോലെ അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്കയിൽ നിന്ന് പുറത്താക്കുന്ന കാര്യമാണ് ട്രംപ് പ്രഥമമായി പ്രഖ്യാപിച്ചത്. അമേരിക്കയുടെ പരമാധികാരം, സുരക്ഷ, നീതി എന്നിവയെല്ലാം മുൻനിർത്തിക്കൊണ്ട് വിശാലമായ കാഴ്ചപ്പാടുകളോടെ കാര്യങ്ങൾ അവതരിപ്പിച്ച ട്രംപ് സൂര്യൻ അസ്തമിക്കുമ്പോഴേക്കും നമ്മുടെ രാജ്യത്തിന്റെ അധിനിവേശം നിലച്ചിരിക്കുമെന്ന് സന്ദേഹങ്ങൾക്ക് ഇടയില്ലാത്ത വിധത്തിൽ വ്യക്തമാക്കുകയുണ്ടായി. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ അടക്കം ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും നിരവധി രാജ്യ തലവന്മാർ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുവാൻ വാഷിംഗ്ടണിൽ എത്തിയിരുന്നു. ആ ജനക്കൂട്ടത്തെ ആകെ സാക്ഷിയാക്കി ആ വേദിയെ ഒരു ഓഫീസാക്കി പ്രഖ്യാപിച്ചുകൊണ്ട് ബൈഡനും കമലയും ചേർന്ന് പുറത്തിറക്കിയ 78 ഉത്തരവുകൾ അദ്ദേഹം റദ്ദാക്കുകയും 200 എക്സിക്യൂട്ടീവ് ഓർഡറുകളിൽ അദ്ദേഹം ഒപ്പിടുകയും ചെയ്തപ്പോൾ ലോകം മുഴുവൻ ഒരു നിമിഷം തരിച്ചിരുന്നു എന്ന് പറയുന്നതായിരിക്കും ശരി. ആ ഒപ്പുകൾ ചാർത്തിയ പേരയെടുത്ത് ജനക്കൂട്ടത്തിന് നേരെ ആവേശത്തോടെ എറിഞ്ഞു കൊടുത്തുകൊണ്ടാണ് ട്രംപ് തന്റെ വരവ് സാക്ഷ്യപ്പെടുത്തിയത്. അടുത്ത 4 വർഷങ്ങൾ ട്രംപ് എന്ത് ചെയ്യും എന്ന് ചോദിച്ചവർക്കൊക്കെയുള്ള മറുപടിയായി മാറുകയായിരുന്നു അത്. മാസ്മര തുടക്കമായിരുന്നു ട്രംപിന്റെ അധികാരത്തിലെ ആദ്യ ദിനം. സർവശക്തനായ ദൈവത്തിന് ട്രംപ് എല്ലാ മഹത്വവും അർപ്പിക്കുമ്പോൾ അത് വലിയ ആത്മാർപ്പണമായി മാറുകയാണ്. കാരണം ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ പോകുന്ന ഒരു ഘടകങ്ങളും ട്രംപിന് അനുകൂലമായി അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. മാധ്യമങ്ങളും സോഷ്യൽ മീഡിയകളും കോർപ്പറേറ്റുകളും തൽപര കക്ഷികളും അങ്ങനെ ഒന്നും ഡൊണാൾഡ് ട്രംപിന് അനുകൂലമായി അമേരിക്കയിൽ ഉണ്ടായിരുന്നില്ല. ആകെ അനുകൂലമായി ഉണ്ടായിരുന്നത് സാധാരണക്കാരായ ജനങ്ങൾ മാത്രമായിരുന്നു. ആ ജനത്തിലൂടെ സർവശക്തനായ ദൈവം ട്രംപിനെ തോൽപ്പിക്കാനാകാത്ത വിധത്തിൽ ഉയർത്തുകയായിരുന്നു അമേരിക്കയിൽ ചെയ്തത്. അതോടെ കടുത്ത ട്രംപ് വിരോധം കൊണ്ടു നടന്നവർ എല്ലാം ട്രംപ് ആരാധകരായി മാറുകയാണ് ഉണ്ടായത്. കടുത്ത ഇടതു നിലപാടുകളുള്ള വാഷിംഗ്ടൺ പോസ്റ്റ് പത്രത്തിന്റെ തലവനായ ജെഫ് ബസോസും ട്രംപിനെതിരെ നിന്ന മാധ്യമരാജാവ് മാർക്ക് സുക്കർബർഗും അടക്കമുള്ള കോർപ്പറേറ്റുകൾ എല്ലാം ഒടുന്നനവെ കളം മാറ്റി ചവിട്ടി ട്രംപിന് അനുകൂലമായ നിലപാടെടുക്കുന്ന കാഴ്ചകളാണ് പിന്നീട് ലോകം കണ്ടത്. മുൻപ് ട്രംപ് പറഞ്ഞതുപോലെയുള്ള ഏറ്റവും വലിയ കുടിയിറക്കിന് കളമൊരുങ്ങിയിരിക്കുകയാണ് അമേരിക്കയിൽ ഇപ്പോൾ. ഇത്തരത്തിൽ 15 ലക്ഷത്തോളം അനധികൃത കുടിയേറ്റക്കാരെയാണ് ട്രംപ് പുറത്താക്കാൻ പോകുന്നത്. അവരെ ഉടനെ കണ്ടെത്തി വിദൂര കേന്ദ്രങ്ങളിലാക്കിയതിനു ശേഷമായിരിക്കും നാടുകടത്തലുണ്ടാവുക. അമേരിക്കയെ ക്രൈസ്തവീകമാക്കുമെന്ന തീരുമാനത്തെ കൂടുതൽ ഉറപ്പിച്ചുകൊണ്ട് അതിന്റെ ആദ്യപടിയായി LGBTQ സംഘങ്ങൾക്കും സ്വവർഗ വിവാഹത്തിനുമെതിരെ നടപടി കടുപ്പിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ. അമേരിക്കയിൽ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വിവാഹം മാത്രം മതിയെന്ന് ട്രംപ് പ്രസ്താവിച്ചിരിക്കുകയാണ്. തീവ്രവാദത്തിനും തീവ്രവാദികൾക്കുമെതിരെ ഒരു കോംപ്രമൈസും ഇല്ലാത്ത നിലപാടുകൾ എടുക്കുന്ന ട്രംപ് അതിന്റെ ആദ്യപടി എന്നവണ്ണം യമൻ കേന്ദ്രമായി കടൽ തീവ്രവാദത്തിന് ചുക്കാൻ പിടിക്കുന്ന ഹൂതി സംഘത്തെ ഭീകര സംഘമായി പുനർനാമകരണം ചെയ്തിരിക്കുകയാണിപ്പോൾ. വിദേശ ഭീകര സംഘടനകളുടെ പട്ടികയിൽ നിന്ന് നേരത്തെ ഹൂത്തികളെ ജോ ബൈഡൻ ഒഴിവാക്കിയിരുന്നു. അൻസാ അള്ളാ എന്നറിയപ്പെട്ടിരുന്ന ഹൂത്തികളെ ഭീകര പട്ടികയിൽ ആക്കിക്കൊണ്ട് നിർണായകമായ പ്രസ്താവന നടത്തിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്.
ബൈഡൻ ഭരണത്തിന്റെ ദൗർബല്യങ്ങൾ മുതലെടുത്ത് ചെങ്കടലിനും കരിങ്കടലിനും നിരവധി ആക്രമണങ്ങളായിരുന്നു ഹൂത്തികൾ അഴിച്ചുവിട്ടത്. അമേരിക്കൻ കപ്പലുകളെയും പടക്കപ്പലുകളെയും പോലും അവർ വെറുതെ വിട്ടിരുന്നില്ല. ഈ നിയമം പ്രാവർത്തികമാകുന്നതോടെ ഹൂത്തികൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന അന്താരാഷ്ട്ര സഹായങ്ങൾ നിലയ്ക്കുകയും അതിന് ആരെങ്കിലും മുതിർന്നാൽ അവർ അമേരിക്കയുടെ കണ്ണിലെ കരടായി മാറുകയും അവരുമായുള്ള ബന്ധങ്ങൾ അമേരിക്ക വിച്ഛേദിക്കുകയും ചെയ്യും എന്നുള്ളതാണ് പരിണത ഫലം. ഇറാൻ അടക്കമുള്ള ഇസ്ലാമിക തീവ്രവാദ ഈറ്റില്ലങ്ങളായ രാഷ്ട്രങ്ങൾക്കെതിരെയുള്ള അതിശക്തമായ ഒരു മുന്നറിയിപ്പ് കൂടെയാണ് ട്രംപ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ 4 വർഷത്തെ ബൈഡൻ ഭരണം അമേരിക്കയെ കൊണ്ടുചെന്ന് എത്തിച്ചത് ഇടത് ലിബറൽ ഇസ്ലാമിക ആശയങ്ങളുടെ ശക്തി കേന്ദ്രം ആയിട്ടായിരുന്നു. ആ സ്പേസിലൂടെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വക്താക്കളും റാഡിക്കലൈസ്ഡ് ചെയ്യപ്പെട്ടവരുമൊക്കെ അമേരിക്കയിലേക്ക് ചേക്കേറുകയായിരുന്നു. ഹമാസിനെതിരെ ഇസ്രായേൽ ചെറുത്തുനിൽപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ലോകത്തിലെ മിക്ക രാജ്യങ്ങളിലും പലസ്തീന് വേണ്ടി എന്ന വണ്ണം ഹമാസിന് ജയ് വിളിച്ചുകൊണ്ട് തീവ്ര ചിന്താഗതിക്കാർ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായി. അവർ കൂടുതലും സ്വാധീനമുണ്ടാക്കിയത് അമേരിക്കയിലെ യൂണിവേഴ്സിറ്റികളിലും കോളേജ് ക്യാമ്പസുകളിലുമായിരുന്നു. പലസ്തീൻ അനുകൂല പ്രതിഷേധത്തിന്റെ പേരിൽ ഇത്തരം കലാപകാരികൾ ലോസ് ആഞ്ചൽസിലെ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ക്യാമ്പസിലെ ഹാളും ലൈബ്രറിയും അടിച്ചു തകർക്കുകയും അവിടെ ചപ്പുചവറുകളും വേസ്റ്റുകളും കൊണ്ട് നിറയ്ക്കുകയും ചെയ്തിരുന്നു. കൂടാതെ കാലിഫോർണിയ സ്റ്റേറ്റ് പോളിടെക്നിക് യൂണിവേഴ്സിറ്റി ക്യാമ്പസിന്റെ കെട്ടിടം പലസ്തീൻ അനുകൂലികളായ തീവ്രവാദികൾക്ക് വേണ്ടി അത്തരം ചിന്താഗതിക്കാരായ വിദ്യാർത്ഥികൾ കയ്യേറുകയും അതിശക്തമായ ആക്രമണങ്ങൾ അവിടെ അഴിച്ചുവിടുകയും ചെയ്തിരുന്നു. പിന്നീട് UN കോൺഗ്രസിൽ പങ്കെടുക്കാൻ നെതന്യാഹു അമേരിക്കയിൽ വന്നപ്പോഴും ഇതേ കലാപകാരികൾ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും പതാകയും നെതന്യാഹുവിന്റെ കോലവും കത്തിക്കുന്ന സാഹചര്യമുണ്ടായി. വലിയ കോളിളക്കം സൃഷ്ടിച്ച ആ സംഭവത്തിന് ശേഷം ഇപ്പോൾ അതിനുള്ള കൃത്യമായ മരുന്നുമായി ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരിക്കുകയാണ്. പഠന വിസയിൽ അമേരിക്കയിൽ എത്തിയിട്ട് ഹമാസ് അടക്കമുള്ള തീവ്രവാദികളെ പിന്തുണയ്ക്കാൻ വായി തുറക്കുന്ന വിദ്യാർത്ഥികൾ ആരായിരുന്നാലും അവരെ നാട് കടത്താനുള്ള കർശന നിർദ്ദേശത്തിൽ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുകയാണ്. പഠിക്കാൻ വരുന്നവർക്ക് വിസ കൊടുക്കുമ്പോൾ അമേരിക്കയുടെ തത്വങ്ങൾ, സംസ്കാരം, സ്ഥാപനങ്ങൾ എന്നിവയോട് ശത്രുതയില്ലെന്നും തീവ്രവാദ സംഘടനകളെ പിന്തുണയ്ക്കുന്നില്ലെന്നും ഉറപ്പാക്കാനും അത്തരക്കാർ ഇപ്പോഴും ഉണ്ടെങ്കിൽ അവരെ നാട് കടത്താനുമുള്ള ട്രംപിന്റെ നീക്കത്തോടെ അമേരിക്കയിൽ ഉണ്ടായിരിക്കുന്നത് യാഥാസ്ഥിതികമായ ഒരു വലിയ ഉണർവ് തന്നെയാണ്. 2 തവണ കൊന്നുകളയാൻ തിന്മയുടെ ശക്തികൾ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ട്രംപ് ജീവനോടെ ഇരിക്കുന്നത് സർവശക്തനായ ദൈവത്തിന്റെ വലിയ പദ്ധതി തന്നെയാണ്. അങ്ങനെയെങ്കിൽ അടുത്ത 4 വർഷം ദൈവത്തിന്റെ തിരുഹിതങ്ങളുടെ പൂർത്തീകരണത്തിനായി ദൈവം ഡൊണാൾഡ് ട്രംപിനെ നിയോഗിക്കുക തന്നെ ചെയ്യും. ക്രൈസ്തവീകതയ്ക്കും സുവിശേഷവൽക്കരണത്തിനും ഇത് നല്ല കാലം തന്നെയായിരിക്കും എന്നുള്ളതിനും സംശയമില്ല. വഖഫ് നിയമ ഭേദഗതി പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ അതിജീവന സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മുനമ്പം ജനതയുടെ സഹന സമരം 100 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. ഈ ദിവസം മുനമ്പത്തെത്തിയ കോട്ടയം എംപിയും യശശരീരനായ KM ജോർജിന്റെ പുത്രനുമായ ഫ്രാൻസിസ് ജോർജ് നടത്തിയ ഉജ്ജ്വലമായ ഒരു പ്രസംഗം, തികഞ്ഞ ആർജവത്തോടെ അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവനയും മുനമ്പംകാർക്കും ക്രൈസ്തവർക്കും ഒന്നുപോലെ ആശ്വാസമായി മാറിയിരുന്നു. വഖഫ് ഭേദഗതി ബില്ല് ലോകസഭയിൽ എത്തുമ്പോൾ അതിന് അനുകൂലമായി നിലപാടെടുക്കുമെന്നതായിരുന്നു ഫ്രാൻസിസ് ജോർജ് മുനമ്പത്തെ സമരപ്പന്തലിൽ വന്ന് പ്രസ്താവിച്ചത്. മുനമ്പം സമരം ഇന്ന് 100 ദിവസം പിന്നിട്ട് 101ാം ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ശ്രീ ജോർജ് സെബാസ്റ്റ്യൻ എന്നെ വിളിച്ച് പറഞ്ഞു, ഈ 100 ദിവസം പിന്നിടുന്ന അവസരത്തിൽ ഇവിടെ ഒന്നുകൂടി പറഞ്ഞു, ഞങ്ങൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് 2 മാസം മുമ്പ് ഇവിടെ വന്നിരുന്നു. PJ ജോസഫ് സാറിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ കേരള കോൺഗ്രസ് പാർട്ടിയെ പ്രതിനിധീകരിച്ച് ഞങ്ങൾ കുറേയേറെ പേർ ഇവിടെ വരികയും അന്ന് സംസാരിക്കുകയും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും എല്ലാം ചെയ്തതാണ്. അന്ന് വിചാരിച്ചിരുന്നത് ഈ പ്രശ്നം പാർലമെന്റിൽ കഴിഞ്ഞ സമ്മേളന കാലത്ത് ഗവൺമെന്റ് ഇത് സംബന്ധിച്ചുള്ള ഭേദഗതി നിയമം കൊണ്ടുവരും. അപ്പൊ ആ നിയമം വന്നു കഴിയുമ്പോൾ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ട് കൃത്യമായി നമ്മുടെ നിലപാട് പറഞ്ഞു ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് അന്ന് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ ഇത് ഒരു ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് ഈ നിയമം പാർലമെന്റിൽ അവതരിപ്പിച്ച അന്ന് തന്നെ ഇതൊരു സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് വിടുകയുണ്ടായി. ആ കമ്മിറ്റിയുടെ ചെയർമാനുമായി ഞാൻ ഇടയ്ക്ക് സംസാരിച്ചു. ഞങ്ങൾ രണ്ടുപേരും വേറൊരു കമ്മിറ്റിയിൽ ഒരുമിച്ചുണ്ട്. ജഗദംബിക പാൽ എന്ന് പറയും. അദ്ദേഹത്തോട് ഞാൻ ഒരിക്കൽ ഈ വിഷയം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹിയറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അഭിപ്രായങ്ങൾ പറയാനുള്ള എല്ലാവരെയും ക്ഷണിച്ച് ഞങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്,
അതിനുശേഷം കഴിഞ്ഞ സെഷനിൽ ഇത് അവതരിപ്പിക്കും, ബില്ലായി വരും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ പിന്നീട് അതൊന്ന് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ബജറ്റ് സമ്മേളനം തുടങ്ങിയാണ്. ഈ മാസം അവസാനം 31-ാം തീയതി പാർലമെന്റ് സമ്മേളനം തുടങ്ങും. അത് ഏപ്രിൽ മാസം വരെ ഉണ്ട് ആ സമ്മേളനം. ഇടക്കാലത്ത് ഒരു ഇടവേളയുണ്ട്. അത് കഴിഞ്ഞാൽ അത് ഏപ്രിൽ ആദ്യ വാരത്തോടു കൂടിയാണ് സമ്മേളനം അവസാനിക്കുന്നത്. ബജറ്റ് സമ്മേളനത്തിൽ ഈ നിയമം വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടെ. ഗവൺമെന്റ് ബിസിനസ് എന്തൊക്കെയാണ് എന്നുള്ളത് അറിയിച്ചിട്ടില്ല. ഒരുപക്ഷെ വരാം, അതല്ലെങ്കിൽ അടുത്ത സമ്മേളനത്തിലേക്ക് ഈ ബില്ലിന്റെ ചർച്ചകൾ നീങ്ങാം. ഇത് വളരെ വ്യക്തമാണ്. ഇതിനകത്തൊരു എന്താ പറയുക, അവ്യക്തതയുടെയും കാര്യമില്ല. അടിസ്ഥാനപരമായി മുനമ്പത്തെ ഈ പറയുന്ന സ്ഥലം ഇത് വഖഫ് സ്ഥലമല്ല. 100% സത്യസന്ധമായി പറയുന്നത് ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല. അത് മുസ്ലിം സഹോദരന്മാർ തന്നെ പറയുന്നുണ്ട്, പലരും പറയുന്നു, ചിലരല്ല ആണെന്ന് പറയുന്നു. പക്ഷെ കാര്യങ്ങൾ പഠിച്ചിട്ടുള്ള ആളുകൾ എല്ലാവരും പറയുന്നു ഇത് വഖഫ് പ്രോപ്പർട്ടി. ഈ കാര്യത്തിൽ രണ്ട് കാര്യങ്ങളാണ് വ്യക്തത വേണ്ടത്. ഒന്നിങ്ങനെ ഏകപക്ഷീയമായിട്ടുള്ള ഒരു പ്രഖ്യാപനത്തിലൂടെ ഏതെങ്കിലും ഒരു സ്ഥലം ഏറ്റെടുക്കാമോ, ഒരു സ്വാഭാവിക നീതിയുടെ പ്രശ്നമാണ്. പാടില്ല എന്നുള്ളതാണ് എന്റെയും എൻ്റെ പാർട്ടിയുടെയും നിലപാട്. ആരെന്ത് പറഞ്ഞാലും ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഇവിടെ ഇപ്പം എല്ലാവരും പറയുന്നത് നിങ്ങളെ ആരും ഇറക്കി വിടില്ല. ഇറക്കി വന്ന് ഇവിടുന്ന് ആരെയും വിടാൻ പറ്റില്ല. അതിപ്പോൾ ആരും പറഞ്ഞില്ലെങ്കിൽ ഇവിടുന്ന് ആരും ഇറങ്ങില്ല. പക്ഷെ പ്രശ്നം അതല്ല. നമുക്കിങ്ങനെ ഒരു അവ്യക്തമായിട്ട് ഇത് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാകും. ഇതിങ്ങനെ കാലത്ത് നിങ്ങളിങ്ങനെ സമരം ചെയ്ത് ഇങ്ങനെ എത്ര കാലം മുന്നോട്ട് പോകും? അങ്ങനെയല്ലല്ലോ. ഈ വിഷയത്തിൽ ഇറക്കി വിടുകയോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. ഇറക്കിയൊന്നും വിടാൻ പറ്റില്ല. പക്ഷെ നമ്മളുടെ ഈ ഭൂമി പണം കൊടുത്ത് വാങ്ങിയ, വ്യവസ്ഥാപിതമായി വാങ്ങിയ, രജിസ്റ്റർ ചെയ്ത് നമുക്ക് നിയമപ്രകാരം കിട്ടിയ ഈ ഭൂമി നമ്മുടേതാണ് എന്ന് ഉറപ്പാക്കി. അതിലിനി ഒരു അവ്യക്തത പാടില്ല. അതാണ് പ്രശ്നം. അടിസ്ഥാന പ്രശ്നം അതാണ്. അപ്പൊ അതിനു വേണ്ട നടപടി സംസ്ഥാന ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് അഖിലേന്ത്യാ തലത്തിലുള്ള നിയമനിർമ്മാണം നടത്തും. അതോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെന്റ് ഈ കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇക്കാര്യത്തിലൊരു അന്തിമമായ തീർപ്പുണ്ടാക്കിയത്. ഇതോടെ ഫ്രാൻസിസ് ജോർജിൽ മറ്റ് UDF-കാർക്കില്ലാത്ത ഒരു നട്ടെല്ലിന്റെ ഉറപ്പും ആർജവത്വവും, മറ്റ് കേരള കോൺഗ്രസുകാർക്കില്ലാത്ത ക്രൈസ്തവ സ്നേഹവും ഉണ്ട് എന്ന് ക്രൈസ്തവർ ആകമാനം ധരിച്ച് വശാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കേരളത്തിലെ ക്രൈസ്തവരുടെ അട്ടിപ്പേർ അവകാശം തങ്ങൾക്കാണ് എന്ന് പ്രഖ്യാപിച്ചിട്ട് ഭരണകൂടത്തിന്റെ ക്രൈസ്തവ വിരുദ്ധ നയങ്ങൾക്ക് നേരെ കമ എന്നൊരക്ഷരം ഉരിയാടാൻ ബലമില്ലാത്തവരെക്കാളും ലോകസഭയിലെ ക്രൈസ്തവ നാമധാരികളായ MP-മാരെക്കാളും എല്ലാം ആത്മാർത്ഥമായി ഫ്രാൻസിസ് ജോർജ് ക്രൈസ്തവ വികാരം ഉൾക്കൊണ്ട് ബില്ലിന് അനുകൂലമായി നിലപാടെടുത്തതിനാൽ മറ്റ് ക്രൈസ്തവ നാമധാരികളായ MP-മാരും അങ്ങനെ ചെയ്യാൻ നിർബന്ധിതർ ആകുമെന്നും മുനമ്പത്തുകാർ കണക്കുകൂട്ടുകയുണ്ടായി. ഏതായാലും ഫ്രാൻസിസ് ജോർജിനെ തേടി വരാറുള്ള കടുത്ത സമ്മർദ്ദങ്ങൾ കണ്ട് നിലപാട് മാറ്റാതെ പറഞ്ഞതിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുമെന്നും എല്ലാവരും കരുതുകയുണ്ടായി. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, കേരളത്തിലെ കോൺഗ്രസിനെ നിയന്ത്രിക്കുന്ന സുപ്രീം കമാൻഡ് ഒന്ന് മുരടനക്കിയപ്പോൾ കോൺഗ്രസിലെ വലിയ പുള്ളികളെ പോലെ തന്നെ ചെറിയ പുള്ളിയായ ഫ്രാൻസിസ് ജോർജിനും നിലപാടിൽ മലക്കം മറിയേണ്ടി വന്നു. വളരെ ദയനീയമായി പോയി. ഏതായാലും ഈ സഹന സമരത്തിൽ മുനമ്പം ജനത ഒറ്റയ്ക്കല്ല. സർവശക്തനായ ദൈവവും കേരളത്തിലെ ജനതയും അവർക്ക് ഒപ്പമുണ്ട്. അതിനാൽ വിജയം അവർക്ക് ഒപ്പം തന്നെയായിരിക്കും. ന്യൂസ് ക്യാൻ സമാപിക്കുന്നു. ഇനി അടുത്തയാഴ്ച.